അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 24ാമത്തെ പാഠം അദ്ദർസു റാബിഉ വൽ ഇശ്റൂൻ ദുന്നൂറൈനി റളിയല്ലാഹു അൻഹു. ആരാണ് ഈ കിണർ വിലക്ക് വാങ്ങി ജനങ്ങളുടെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുക? അവർക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. മദീനയിൽ അങ്ങും എങ്ങും ജലക്ഷാമം. ധാരാളം വെള്ളമുള്ള ഒരു കിണർ അവിടെയുണ്ട്. അത് ഒരു ജൂതൻ്റെ ഉടമസ്ഥതയിലാണ്. അയാൾ വെള്ളത്തിന് അമിത വില ഈടാക്കുന്നു. ഈ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രഖ്യാപനം നടത്തിയത്. വലിയ വില കൊടുത്ത് കിണർ വാങ്ങാൻ സാധിക്കുന്ന ധനികരൊന്നും സഹാബികളുടെ കൂട്ടത്തിലില്ല. എന്നാൽ ഈ പ്രഖ്യാപനം ഏറ്റെടുക്കാൻ ഒരു സ്വഹാബി തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാങ്ങിക്കൊള്ളാം. 35,000 ദിർഹം നൽകി ജൂതൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം കിണർ വാങ്ങി ജനങ്ങളുടെ ആവശ്യത്തിന് വിട്ടുകൊടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭാവന ആവശ്യപ്പെടുമ്പോഴെല്ലാം ആദ്യം വലിയ സഹായവുമായി എത്തുക അദ്ദേഹമായിരുന്നു. സമ്പത്തിൻ്റെ മിക്ക ഭാഗവും അദ്ദേഹം ഇസ്ലാമിനു വേണ്ടി ചെലവഴിച്ചു. 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സ്വഹാബി. തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ച പ്രമുഖരിൽ ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പിതൃവ്യനായ ഹക്കം അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിച്ചു. എന്നാൽ എന്തു പീഡനമുണ്ടായാലും ഇസ്ലാം കൈയൊഴിയുകയില്ലെന്ന് കണ്ടപ്പോൾ ഹക്കം അദ്ദേഹത്തെ അഴിച്ചുവിട്ടു. ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്കാനാവാതെ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹായും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ അദ്ദേഹം വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യം റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അവരുടെ വഫാത്തിനു ശേഷം ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെയും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുന്നൂറൈനി എന്ന പേര് ലഭിച്ചത്. അനാഥകളും വിധവകളുമായ നിരവധി ആളുകളെ സ്വന്തം ചെലവിൽ അദ്ദേഹം സംരക്ഷിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമാധാന പ്രിയനും നീതിമാനുമായിരുന്നു. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇഷ്ടപ്പെടാതിരുന്ന ചിലർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. ആവശ്യം അന്യായമായതുകൊണ്ട് ഖലീഫ അത് പരിഗണിച്ചില്ല. ഇബ്നു സബഅ എന്ന ജൂതൻ മുസ്ലിം എന്ന വ്യാജേന പ്രവർത്തിക്കുകയും മുസ്ലിംകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു. ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു. സ്വഹാബികൾ അതിനെ നേരിടാൻ തയ്യാറായെങ്കിലും മദീനയിൽ രക്തച്ചൊരിച്ചിൽ ഭയന്ന് അദ്ദേഹം അത് വിലക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മസ്ജിദിൽ പോകാൻ പോലും അവർ അനുവദിച്ചില്ല. ദാഹജലം പോലും അവർ നിഷേധിച്ചു. 18 ദിവസം നീണ്ടുനിന്ന ഉപരോധത്തിനൊടുവിൽ ഹിജ്റ 35-ാം വർഷം ദുൽഹിജ്ജ 18 തിങ്കളാഴ്ച കലാപകാരികൾ അദ്ദേഹത്തെ വധിച്ചു. വഫാത്താകുമ്പോൾ 82 വയസ്സായിരുന്നു. സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. 12 വർഷം ഭരണം നടത്തിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ: കരാർ ലംഘിച്ച് വിപ്ലവത്തിനൊരുങ്ങിയ രാജ്യങ്ങളോട് യുദ്ധം ചെയ്തു അക്രമം അമർച്ച ചെയ്തു. പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് അധീനമാക്കി. കപ്പലുകൾ നിർമ്മിച്ച് നാവിക സൈന്യം രൂപീകരിച്ചു. റോമക്കാരുടെ അധീനതയിലായിരുന്ന ഖുബുറുസ് ദ്വീപ്, തൊറാബുൽസ് മുതൽ ത്വഞ്ച വരെയുള്ള ഉത്തരാഫ്രിക്കൻ പ്രദേശങ്ങൾ ഇസ്ലാമിക ഭരണത്തിനു കീഴിലാക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുതി സൂക്ഷിച്ച മുസ്ഹഫ് ആധാരമാക്കി ഖുർആൻ പകർപ്പുകൾ തയ്യാർ ചെയ്തു. പഠിപ്പിക്കാനുള്ള ഖാരികളോടൊപ്പം അവ വിവിധ ഇസ്ലാമിക പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമുഅക്ക് ഒരു അദാൻ കൂടി ഏർപ്പെടുത്തി. അൽ മസ്ജിദുൻ നബവി വിശാലമാക്കി. റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു.
സത്രങ്ങൾ പണി കഴിപ്പിച്ചു, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തു. റഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇനി അതിൻ്റെ അർത്ഥങ്ങൾ അവിടെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാർ അതൊക്കെ വായിച്ച് മനസ്സിലാക്കണമെന്ന് അറിയിക്കുന്നു. ഈ വർക്ക് ബുക്കിലേക്ക് നമുക്ക് നോക്കാം. അദ്ദർസുർ റാബിയ വൽ ഉശ്റൂൻ, 24-ാമത്തെ പാഠം. ദുന്നൂറൈനി റളിയല്ലാഹു അൻഹു. നുജീബ്, ഉത്തരം എഴുതുക. 1. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് വില കൊടുത്താണ് കിണർ വാങ്ങിയത്? 35,000 ദിർഹം. 2. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ 2 ഭാര്യമാർ ആരെല്ലാം? റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. 3. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈനി എന്ന പേര് ലഭിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ വിവാഹം ചെയ്തതുകൊണ്ട്. 4. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്ര വർഷം ഭരണം നടത്തി? 12 വർഷം. 5. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കലാപത്തിൻ്റെ സൂത്രധാരൻ ആരായിരുന്നു? ഇബ്നു സബ എന്ന ജൂതൻ. 6. വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് എത്ര വയസ്സുണ്ടായിരുന്നു? 82. 7. ഉത്തരാഫ്രിക്കയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയ സ്ഥലങ്ങൾ ഏതെല്ലാം? ഖുബ്രുസ് ദ്വീപ്, തൊറാബുൽസ് മുതൽ ത്വഞ്ച വരെ. ഇനി 8. ജുമുഅക്ക് ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു അദാൻ കൂടി ഏർപ്പെടുത്തി. 9. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങി പൊതു ആവശ്യത്തിന് വിട്ടുകൊടുത്ത കിണറിൻ്റെ പേരെന്ത്? ബിഅ്റു റൂമ. ഇനി നംലഉൽ ഫറാ, വിട്ടഭാഗം പൂരിപ്പിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ തയ്യാർ ചെയ്ത് പ്രധാന പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തു, പകർപ്പുകൾ. 2. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സൈന്യം രൂപീകരിച്ചു, നാവിക. 3. സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമാധാനപ്രിയനും ആയിരുന്നു, നീതിമാനുമായിരുന്നു. 5. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ അദ്ദേഹത്തെ കെട്ടിയിട്ടു മർദ്ദിച്ചു, പിതൃവ്യനായ ഹക്കം. ഇനി നംലഉൽ ജദ്വൽ, പട്ടിക പൂർത്തിയാക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറ്റൊരു പേര് ദുന്നൂറൈനി. ഭരണവർഷം 12 വർഷം. പ്രധാനപ്പെട്ട ഒരു സംഭാവന ബിഅ്റു റൂമ. ഭാര്യ റുഖയ്യ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. വയസ്സ് 82. ഖുർആൻ സേവനം, ഖുർആൻ പകർപ്പുകൾ തയ്യാർ ചെയ്തു. രാഷ്ട്ര വികസനം, പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും അധീനമാക്കി. മസ്ജിദ് നിർമ്മാണം, അൽ മസ്ജിദുൻ നബവി. ത്യാഗം, സമ്പത്തിൻ്റെ മിക്ക ഭാഗവും ഇസ്ലാമിന് വേണ്ടി ചിലവഴിച്ചു. ഇനി 4-ാമത്തെ വർക്ക് കാണാം. നുഈദു ഫിക്ര, ഒരു ഖണ്ഡിക എഴുതുക. 1. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാനശീലം. ആരാണ് ഈ കിണർ വിലക്ക് വാങ്ങി ജനങ്ങളുടെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുക? അവർക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. മദീനയിൽ എങ്ങും ജലക്ഷാമം. ധാരാളം വെള്ളമുള്ള ഒരു കിണർ അവിടെയുണ്ട്. അത് ഒരു ജൂതൻ്റെ ഉടമസ്ഥതയിലാണ്. അയാൾ വെള്ളത്തിന് അമിത വില ഈടാക്കുന്നു. ഈ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രഖ്യാപനം നടത്തിയത്. വലിയ വില കൊടുത്ത് കിണർ വാങ്ങാൻ സാധിക്കുന്ന ധനികരൊന്നും സ്വഹാബികളുടെ കൂട്ടത്തിലില്ല. എന്നാൽ ഈ പ്രഖ്യാപനം ഏറ്റെടുക്കാൻ ഒരു സ്വഹാബി തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാങ്ങിക്കൊള്ളാം. 35,000 ദിർഹം നൽകി ജൂതൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം കിണർ വാങ്ങി ജനങ്ങളുടെ ആവശ്യത്തിന് വിട്ടുകൊടുത്തു. ഇനി 2-ാമത്തേത് കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുതി സൂക്ഷിച്ച മുസാഫ് ആധാരമാക്കി ഖുർആൻ പകർപ്പുകൾ തയ്യാർ ചെയ്തു. പഠിപ്പിക്കാനുള്ള കാര്യങ്ങളോടൊപ്പം അവ വിവിധ ഇസ്ലാമിക പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ജനങ്ങൾ വർദ്ധിച്ചപ്പോൾ ജുമുഅക്ക് ഒരു അദാൻ കൂടി ഏർപ്പെടുത്തി. അൽ മസ്ജിദുൻ നബവി വിശാലമാക്കി. റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. സത്രങ്ങൾ പണി കഴിപ്പിച്ചു. ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തു. ഇനി 3-ാമത്തെ വർക്ക് കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമാധാനപ്രിയനും നീതിമാനുമായിരുന്നു. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇഷ്ടപ്പെടാതിരുന്ന ചിലർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. ആവശ്യം അന്യായമായതുകൊണ്ട് ഖലീഫ അത് പരിഗണിച്ചില്ല. ഇബ്നു സബ എന്ന ജൂതൻ മുസ്ലിം എന്ന വ്യാജേന പ്രവർത്തിക്കുകയും മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചു. ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിൻ്റെ
വീട് വളഞ്ഞു. സ്വഹാബികൾ അതിനെ നേരിടാൻ തയ്യാറായെങ്കിലും മദീനയിൽ രക്തച്ചൊരിച്ചിൽ ഭയന്ന് അദ്ദേഹം അത് വിലക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മസ്ജിദിൽ പോകാൻ പോലും അവർ അനുവദിച്ചില്ല. ദാഹജലം പോലും അവർ നിഷേധിച്ചു. 18 ദിവസം നീണ്ടുനിന്ന ഉപരോധത്തിനൊടുവിൽ ഹിജ്റ 35-ാം വർഷം ദുൽഹിജ്ജ 18 തിങ്കളാഴ്ച കലാപകാരികൾ അദ്ദേഹത്തെ വധിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.